ഓക്കെ, 7th സ്റ്റാൻഡേർഡിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളവിടെ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ്. ഇപ്പോൾ ലൈറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു വസ്തുവിനെ നമുക്ക് കാണുന്നത് മുതൽ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി വരെയുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് ലൈറ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ എനിക്കൊരു ഒബ്ജക്റ്റിനെ കാണണം, ഈ ഒരു പേന എനിക്ക് കാണണം, ഈ ഒരു പെൻ എനിക്ക് കാണണം. ഇപ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും, ഇതിലോട്ട് വന്ന് തട്ടിയിട്ട് നമ്മുടെ കണ്ണിലോട്ട് വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റ് നമുക്ക് വിസിബിൾ ആയിരിക്കും. സോ ഈ ഒരു സിമ്പിൾ കാര്യം മുതൽ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം വരെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സ്പീഡ് ലിമിറ്റ് വരെ ഈ ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ വേഗതയാണ്. സോ അങ്ങനെ ചെറിയൊരു ഏറ്റവും താഴെ നിന്ന് മുതൽ ഏറ്റവും മുകളിലത്തെ കംപ്ലീറ്റ് ഐഡിയ, അതായത് ഏറ്റവും മുകളിലത്തെ ആ ഒരു തിയറി വരെ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ലൈറ്റിൻ്റെ ഒരു വൈഡായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഈ ഒരു ലൈറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടി വരും. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ലൈറ്റിനെ പറ്റി. എങ്ങനെയാണ് നമുക്കൊരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ പോയി തട്ടി തിരിച്ചെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു, അതുപോലെ തന്നെ ഒരു ഗ്ലാസിൻ്റെ അകത്തൂടെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഒരു ഗ്ലാസിൻ്റെ അകത്തൂടെ എൻ്റർ ചെയ്ത് അപ്പുറത്തോട്ട് എങ്ങനെയാണ് പോകുന്നത്, അത് ബെൻഡിങ് സംഭവിക്കുന്നുണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ടോ, അത് എങ്ങനെയാണ് ബെൻഡിങ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് നോക്കുന്നുണ്ട്. ആദ്യം നമുക്കിവിടെ ഈ ഒരു ഫിഗറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ട് പിള്ളേർ നിൽക്കുകയാണ്. വരുന്ന സൂര്യപ്രകാശത്തിന് അവരൊരു ഗ്ലാസ് വെച്ച് ഒരു മിറർ വെച്ചിട്ട് പിന്നെ ഒരു പർട്ടിക്കുലർ പോർഷനിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ്, റിഫ്ലക്റ്റ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്കൊരു ഒബ്ജക്റ്റിനെ കാണണം, ഒരു ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ഏരിയയും ഡാർക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള ഒബ്ജക്റ്റിനെ ഒന്നും എനിക്ക് വിസിബിൾ ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലൈറ്റ് അല്ലെങ്കിൽ ബൾബ് ഓണാക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, സൺലൈറ്റ് അവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു പാത്ത് ക്ലിയർ ഉണ്ടാക്കി കൊടുക്കും. സോ അതുപോലെയാണ് ഇവിടെ സൺലൈറ്റ് ഈ ഒരു മിറർ വഴി റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് വീടിൻ്റെ അകത്തോട്ട് വിടുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റ് എങ്ങോട്ടാണോ പോകുന്നത് ആ പോർഷനിലുള്ള കംപ്ലീറ്റ് ഒബ്ജക്റ്റിനെ നമുക്ക് നന്നായിട്ട് വിസിബിൾ ആവും. സോ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2-3 മെറ്റീരിയൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാനിപ്പം ഒരു കാർഡ്ബോർഡ് എടുക്കുകയാണ്. കാർഡ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരണമെന്നില്ല, ചെറിയൊരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരാം. ഇനി നേരെ മറിച്ച് നമ്മളൊരു മിറർ എടുത്തു കഴിഞ്ഞാൽ ആ വരുന്ന ലൈറ്റ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് വരും. അത് റിഫ്ലക്ഷൻ്റെ റേറ്റ് അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ സർഫസിനനുസരിച്ചിട്ട് ഓരോ മെറ്റീരിയലിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ സർഫസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, റിഫ്ലക്ഷൻ്റെ റേറ്റ് വ്യത്യാസം വരും. ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് വന്ന് തട്ടിയിട്ട് അത് തിരിച്ച് അതേ സ്ഥലത്തോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ലൈറ്റ് തിരിച്ച് എയറിൽ തന്നെ തിരിച്ച് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു ടോർച്ച് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടോർച്ച് എടുത്തിട്ടുണ്ട്, ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഒരു അലുമിനിയം വെസൽ എടുത്തിട്ടുണ്ട്, ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, ഷൈനിങ് ഫ്ലോർ ടൈൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റൂഫ് ടൈൽ എടുത്തിട്ടുണ്ട്, കളേർഡ് പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്, പേപ്പർ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഈ ടോർച്ച് നമ്മൾ ഓരോ മെറ്റീരിയലിലോട്ട് അടിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു പുതിയ സ്റ്റീൽ പ്ലേറ്റ്, ഒരു ന്യൂ സ്റ്റീൽ പ്ലേറ്റിൽ അടിക്കുമ്പോഴത്തേക്കും നമുക്കത് അറിയാം സൂര്യപ്രകാശം. ഇപ്പോൾ നമ്മളൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് പുറത്തുകൊണ്ട് വയ്ക്കുകയാണ്, വീടിൻ്റെ പുറത്തുകൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും സൂര്യപ്രകാശം വന്ന് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പ്ലേറ്റിലോട്ട് നോക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് സൂര്യപ്രകാശം വന്ന് അടിച്ച് ആ ലൈറ്റ് ഒരുപാട് കംപ്ലീറ്റ് ലൈറ്റും ഏകദേശം 90% മുകളിലോട്ട് ലൈറ്റും എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലോട്ട് വരും. അപ്പോൾ നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ റിഫ്ലക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. സോ റിഫ്ലക്ട്സ് ലൈറ്റ് വെരി വെൽ. അത് സ്റ്റീൽ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് ഭയങ്കര കൂടുതലായിരിക്കും. അത് രണ്ടാമത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അലുമിനിയം വെസൽ. അലുമിനിയം വെസൽ എടുക്കുമ്പോഴത്തേക്കും ഒരു നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു അലുമിനിയം വെസൽ എടുക്കുകയാണ്. അവിടെയും റിഫ്ലക്ഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. സോ വരുന്ന ലൈറ്റ് എന്ത് ചെയ്യും, അത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലോട്ട് അല്ലെങ്കിൽ എവിടെയാണോ പോകുന്നത് ആ ലൈറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ആ ഒരു ഡയറക്ഷനിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അവിടെയും റിഫ്ലക്ഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. ഇനി അടുത്ത് വന്നിട്ടുള്ള കാർഡ്ബോർഡിൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ വെരി ലോ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു കാർഡ്ബോർഡ് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് അതിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരണോണ്ടായിരിക്കും. ചെറിയൊരു എമൗണ്ടിൽ മാത്രമേ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരും. പക്ഷേ റിഫ്ലക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. ഇനി അടുത്തത് ഷൈനിങ് ഫ്ലോർ ടൈൽ. ഒരു ഫ്ലോർ ടൈൽ നല്ല ഷൈനിങ് ഉള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോർ ടൈൽ. അവിടെ നമ്മൾ ഒരു ബൾബ് സാധാരണ നമ്മൾ മുകളിൽ കത്തിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ നോക്കുമ്പോഴത്തേക്ക് ആ ടൈലിൽ നോക്കുമ്പോഴത്തേക്ക് നല്ല പോളിഷ്ഡ് ടൈലാണെങ്കിൽ ആ ബൾബിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നന്നായിട്ടുണ്ടാകും. അപ്പോൾ അവിടെ റിഫ്ലക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. സോ ഇനി അടുത്ത് റൂഫ് ടൈൽ അത് നല്ല പോളിഷ്ഡ് ആയിരിക്കില്ല, പക്ഷേ അവിടെ റിഫ്ലക്ഷൻ ഉണ്ടാവും, വെരി ലോ ആയിരിക്കും. അടുത്ത് കളേർഡ് പീസ് ഓഫ് ക്ലോത്ത് ആൻഡ് പേപ്പർ. അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. സൂര്യപ്രകാശം അടിച്ച് ഒരിക്കലും നമ്മൾ മിററിലൊന്നും അടിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്ത് ക്ലോത്തിലൊന്നും പോകില്ല. പേപ്പറിലൊന്നും അതുപോലെ തന്നെ റിഫ്ലക്ഷൻ കുറവായിരിക്കും. സോ ഇവിടെ റിഫ്ലക്ഷൻ്റെ റേറ്റ് കൂടിയത് ഏതൊക്കെയായിരിക്കും, അലുമിനിയം പ്ലേറ്റിലുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ അലുമിനിയം പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലുമിനിയം റിഫ്ലക്ഷൻ വെരി വെല്ലായിരിക്കും. അടുത്ത് ഞാൻ ഒരു ക്ലോത്ത് എടുക്കുകയാണ്.
പേപ്പർ, കാർഡ്ബോർഡ്, ഇതെല്ലാം വെരി ലോ ആയിരിക്കും റിഫ്ലക്ഷൻ. ഇപ്പോൾ ഈ മെറ്റീരിയൽ മാറുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഓരോ ക്യാരക്ടർ മാറുന്നതനുസരിച്ചിട്ട് അവിടെ റിഫ്ലക്ഷൻ്റെ റേറ്റും വ്യത്യാസം വരും. സോ എല്ലാ ഒബ്ജക്റ്റും ഒരേ രീതിയിൽ റിഫ്ലക്ഷൻ നടക്കണമെന്നില്ല. ചിലത് കുറവായിരിക്കും, ചിലത് ഭയങ്കര കൂടുതലായിരിക്കും. സോ ഈ കൂടുതലായിട്ടുള്ള റിഫ്ലക്ഷൻ റേറ്റ് കൂടുതലായിട്ടുള്ളതിൽ നമുക്ക് ആ ഒരു ഇമേജിൻ്റെ, അതായത് ഇമേജ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വന്ന് ഈ ഒരു ബോഡിയിലോട്ട് ടച്ച് ചെയ്യുകയാണ്. അതായത് ലൈറ്റ് ആ ഒബ്ജക്റ്റിൽ നിന്ന് കൊണ്ട് ആ ഇമേജിനെ ആ മറ്റേ ഒബ്ജക്റ്റിലോട്ട് പോവുകയാണ്. അതായത് എക്സാമ്പിൾ മിറർ എടുക്കുകയാണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നേരെ ഈ മിററിലോട്ട് പോവുകയാണ്. ഈ മിററിൽ നിന്ന് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തതിൻ്റെ കണ്ണിലോട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മിറർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ എനിക്ക് മിറർ വഴി കാണാൻ പറ്റും. ഈ ഒബ്ജക്റ്റ് വഴി ലൈറ്റ് വന്നിട്ട് ഈ മിററിലോട്ട് പോവുകയാണ്. മിററിൽ നിന്ന് എൻ്റെ കണ്ണിലോട്ട് എത്തും. അങ്ങനെ എനിക്ക് ആ ഒബ്ജക്റ്റിനെ വിസിബിൾ ആകും. സോ ഇനി അടുത്ത് എങ്ങനെയൊക്കെ ഇനി റിഫ്ലക്ഷൻ നടക്കാം. നമ്മളൊരു മിറർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുഖം നോക്കണം. എൻ്റെ മുഖം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിൽ മിറർ വെച്ചിട്ടുണ്ട്. മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കറക്റ്റ് ഇമേജ് കിട്ടും. പക്ഷേ ഇനി അടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ടെയിലാണെന്ന് വിചാരിച്ചു. അവിടെ ടെയിലിലോട്ട് പോകുമ്പോഴത്തേക്കും ടെയിൽ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഫേസ് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണമെന്നില്ല. അവിടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിഗറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഫിഗറിൽ തന്നിട്ടുള്ള ലൈറ്റ് വന്ന് വീണുണ്ട്. എന്നിട്ട് ലൈറ്റ് റെഗുലർ ആയിട്ട് മുകളിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ എല്ലാ ലൈൻസും ഒരേപോലെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ഈസ് കാൾഡ് റെഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ റെഗുലർ റിഫ്ലക്ഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ബോഡിയിൽ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നമുക്ക് ആ ഒരു ഏതിൻ്റെ ഇമേജ് ആണോ ആ ഒബ്ജക്റ്റിലോട്ട് പോയി പതിക്കുന്നത് ആ ബോഡിയുടെ ഇമേജ് നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മിറർ, മുഖം നോക്കുന്ന കണ്ണാടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ റിഫ്ലക്ഷനാണ് നടക്കുന്നത്. അത് ഇറഗുലറായിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റിഫ്ലക്ഷൻ്റെ റേറ്റും വ്യത്യാസം വരും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇമേജ് ഫോർമേഷനും ഉണ്ടാവില്ല. സോ അതാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുകയാണ്. സ്റ്റീൽ പ്ലേറ്റ് രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റീൽ പ്ലേറ്റിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഒന്ന് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റും അതുപോലെ തന്നെ നോൺ പോളിഷ്ഡ് ആയിട്ടുള്ള. പോളിഷ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒരു പുതിയ പാത്രം വാങ്ങുമ്പോഴത്തേക്കും ആ പാത്രം നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷേ ആ പാത്രം കുറേ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ സർഫസ് എന്ത് ചെയ്യും, നല്ലൊരു പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ് എന്ന് പറഞ്ഞാൽ പോളിഷ്നെസ് കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഇമേജ് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇമേജ് അത്രയും ക്ലാരിറ്റി കുറവായിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ഒരു പാത്രം വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ സർഫസ് നല്ല സ്മൂത്ത് ആയിരിക്കും. ആ സമയത്ത് നടക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും. അതാകുമ്പോൾ നമുക്കൊരു ക്ലിയർ ഇമേജ് കിട്ടും. ഫോർ ഇൻ ദ സെക്കൻഡ് കേസ് അത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്തുള്ള ആ ഒരു സർഫസിലെ പോളിഷ്നെസ് കുറഞ്ഞു വരും. അപ്പോൾ അവിടെ നടക്കുന്നതാണ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയും. സോ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ്റെ സമയത്ത് പല ഡയറക്ഷനിലോട്ട് തോന്നും പോലെയൊക്കെ ആയിരിക്കും ആ റിഫ്ലക്ഷൻ നടക്കുന്നത്. സോ ആ സമയത്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടണമെന്നില്ല. നമുക്ക് ഇതിൻ്റെ ഈ പുറം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും റെഗുലർ ഷേപ്പ് അല്ല ഇവിടെ തന്നിട്ടുള്ളത്. സോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പല ഡയറക്ഷനിലോട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. സോ നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ക്ലാരിറ്റിയും കുറഞ്ഞിരിക്കും. ദർ ഈസ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ഓർ ഇറ്റ് ഈസ് അനദർ നെയിം ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇറഗുലർ റിഫ്ലക്ഷൻ എന്നും പറയാം. സോ ഇതെവിടെ ആയിരിക്കും നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത് പോളിഷ്ഡ് സർഫസിലും ഡിഫ്യൂസ് റിഫ്ലക്ഷൻ നടക്കുന്നത് നോൺ പോളിഷ്ഡ് സർഫസിൽ, അതായത് ഇറഗുലർ സർഫസിൽ. ഇത് റെഗുലർ സർഫസിൽ നടക്കുന്ന റിഫ്ലക്ഷനാണ്, അല്ലെങ്കിൽ പോളിഷ്ഡ് സർഫസിൽ നടക്കുന്നതാണ്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറഗുലർ സർഫസിൽ അല്ലെങ്കിൽ അതൊരു നോൺ പോളിഷ്ഡ് സർഫസിൽ നടക്കുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കംപ്ലീറ്റ് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള ഇതൊരു മിററായിരിക്കും. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ സാധാരണ നോർമൽ ആയിട്ടുള്ള ഫ്ലോർ, സാധാരണ സിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോർ. നെക്സ്റ്റ് ലൈറ്റ് ആൻഡ് സൈറ്റ്. നമ്മുടെ ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള, അതായത് നമ്മൾ കാണുന്ന വസ്തുക്കൾ എങ്ങനെയാണ് കാണുന്നത്, അത് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ രാത്രി എണീറ്റിട്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ലൈറ്റ് ഓണാക്കാതെ എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ ഒബ്ജക്റ്റിലോട്ട് തട്ടി എന്ത് ചെയ്യും, വീഴേണ്ട സാധ്യത കൂടുതലാണ്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഐഡിയയിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വസ്തുക്കളെ കാണാൻ പറ്റില്ല. സോ എങ്ങനെയായിരിക്കും ഇനി ഒരു വസ്തുവിനെ ഇനി കാണാൻ പറ്റുന്നത്? അപ്പം എനിക്ക് ഈ പേനയെ കാണാം, ഈ പെന്നിനെ കാണാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും? ലൈറ്റ് വന്നിട്ട് ഈ ഒരു വസ്തുവിലോട്ട് വീഴും, ഇവിടെ നിന്ന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് എന്ത് ചെയ്യും, എൻ്റെ കണ്ണിലോട്ട് വരെയാണ്. സോ അത് കാരണം എനിക്ക് ഈ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ രാത്രി പുറത്തോട്ട് ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഓണാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ബൾബിൽ നിന്ന് വരുന്ന പ്രകാശം ചെയറിലാണെങ്കിൽ ചെയറിൽ പോയി തട്ടും, അല്ലെങ്കിൽ അവിടെ ഇട്ടിരിക്കുന്ന ടേബിളിലാണെങ്കിൽ ടേബിൾ, അല്ലെങ്കിൽ നമ്മുടെ കട്ടിലാണെങ്കിൽ കട്ടിൽ പോയി തട്ടിയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് വീഴും. സോ ആദ്യം നടക്കുന്നത് ബൾബിൽ നിന്ന് ലൈറ്റ് ആ ഒബ്ജക്റ്റിലോട്ട് പോകും, ഒബ്ജക്റ്റിൽ നിന്ന് തട്ടി നമ്മുടെ കണ്ണിലോട്ട് വരും. സോ നമുക്ക് ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാം, വിസിബിൾ ആയിരിക്കും.
എല്ലാ ഒബ്ജക്റ്റും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, എല്ലാ ഒബ്ജക്റ്റിലും ലൈറ്റ് വന്നിട്ട് റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ റേറ്റ് വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മിററിലാകുമ്പോഴത്തേക്കും 90% മുകളിൽ അപ്രോക്സിമേറ്റ്ലി 100% ലൈറ്റ് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും. കുറച്ച് പോർഷൻസ് മാത്രമേ അത് അബ്സോർബ് ചെയ്തെടുക്കൂ, ബാക്കി കംപ്ലീറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരും. സോ എല്ലാ ഒബ്ജക്റ്റിലും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും. സോ ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് പോയി തട്ടിയിട്ട് നമ്മുടെ കണ്ണിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് വിസിബിൾ ആയിരിക്കും. സോ ഞാൻ ഇവിടെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്റ്റുഡൻറ്റ്. സോ ഇവിടെ ബുക്ക് വായിക്കുമ്പോഴത്തേക്കും ലൈറ്റ് എന്ത് ചെയ്യാണ്, ബുക്കിൽ പോയി തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് അയാൾ ആ കുട്ടിയുടെ കണ്ണിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ആ അക്ഷരങ്ങളെല്ലാം അല്ലെങ്കിൽ ആ ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം ആ കുട്ടിക്ക് വിസിബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റിൽ നിന്ന് നേരെ, ഇവിടെ ബൾബിൽ നിന്ന് നേരെ ലൈറ്റ് ഇങ്ങോട്ട് എൻ്റർ ചെയ്ത് വരണുണ്ട്, എന്നിട്ട് ഈ ബുക്കിലോട്ട് തട്ടി കണ്ണിലോട്ട് പോകുന്നുണ്ട്. അതായത് ഈ കുട്ടിക്ക് എങ്ങനെയാണ് ആ ബുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റുഡൻറ്റ് ഇതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്ത് വരികയാണ്, ഒരു കാർ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ കാറുകാരൻ എങ്ങനെയാണ് ഈ സ്റ്റുഡൻറ്റിനെ കണ്ടത്, സൂര്യപ്രകാശം എന്ത് ചെയ്ത് ആ കുട്ടിയുടെ ദേഹത്ത് പോയി തട്ടിയിട്ട് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ആ കാറിലിരിക്കുന്ന ആളുടെ കണ്ണിലോട്ട് പോയി. അപ്പോൾ ആ കുട്ടി ഒരാൾ അവിടെ നടന്നു പോകുന്നു എന്നുള്ള ഐഡിയ അയാൾക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത രാത്രി ഒരു പട്ടിയുടെ നേർക്ക് ടോർച്ച് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ടോർച്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നെങ്കിൽ ആ വസ്തുവിനെ കാണാൻ പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഡോഗിനെ കാണാൻ പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റില്ലായിരുന്നു. ടോർച്ച് നമ്മൾ ഓണാക്കിയപ്പോഴത്തേക്കും ലൈറ്റ് എന്ത് ചെയ്ത് ആ വസ്തുവിലോട്ട് പോയി തട്ടി നമ്മുടെ കണ്ണിലോട്ട് വന്നു. സോ അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ലൈറ്റും സൈറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ പോയി തട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ആ സാധനത്തിൻ്റെ കണ്ണിൽ വിസിബിളായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് ലൈറ്റ് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിലോട്ട് പോയി തട്ടുന്നത്, എങ്ങനെയാണ് നമ്മുടെ കണ്ണിലോട്ട് വരുന്നത്. ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ എന്ന് പറയും. ആ റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു സാധനത്തിന് നമ്മുടെ കണ്ണിൽ വിസിബിൾ ആവുന്നത്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ലൈറ്റ്. ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, നമ്മുടെ കാഴ്ചകളും ഓരോ വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ഏത് കളറിലാണെന്ന് പോലും ഈ ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതാണ് ലൈറ്റിൻ്റെ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റിനെ പറ്റി നോക്കിയായിരുന്നു. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ ലൈറ്റിൻ്റെ കൂടുതലായിട്ടുള്ള ആപ്ലിക്കേഷനിലോട്ട് നോക്കും. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണോ നമ്മുടെ ബ്രെയിനിലോട്ട് എത്തുന്നത് അതിനനുസരിച്ചിട്ട് നമുക്കിനി അടുത്ത കൂടുതൽ ആപ്ലിക്കേഷനിലോട്ട് പോകുമ്പോഴത്തേക്കും ലൈറ്റിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് നോക്കാം.